Yes, let us start. Yes, Harsha. Sudisha. Okay, Vinci. Yes. About the teacher in the lab. Okay. Yes. About question like that. We discuss it only. Passive report special question we discuss. Okay, Gina. We discuss it only. Report special question. Report special question we parallel. അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യം ചെയ്യാം. നമുക്കൊരു മലയാളം ഒരു പാരഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ശ്രമം. അറിയോ? ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ്. യെസ്. മിലു ടീച്ചർ ആയിരുന്നില്ലേ ഇപ്രാവശ്യം? ഇപ്പൊ മിലു ആയിരുന്നില്ലേ? മിലു ടീച്ചർ ആയിരുന്നില്ലേ ഈ പീരീഡ്? യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഇത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കും. കാരണം ഒരു പാരഗ്രാഫ് നമ്മൾ ചെയ്യുന്നത് ലെങ്ത് ആണ്. ലെങ്ത് അല്ല, ഒരു പാരഗ്രാഫ് ഞാൻ പറയുന്നത് മലയാളത്തിലില്ല, അത് നമുക്ക് ഇംഗ്ലീഷിലോട്ടാക്കാം. യെസ്, എഴുതിക്കും. എന്റെ മകളെ നീ എന്താണ് പറയുന്നത്? നീ എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? ക്വസ്റ്റ്യൻ. പ്രണയത്തിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ നിന്റെ സെലക്ഷൻ തെറ്റിപ്പോയി. പ്രശ്നം. നീയും നിന്റെ കാമുകനും തമ്മിലുള്ള പ്രായ വ്യത്യാസം നീ പരിഗണിച്ചില്ല. പ്രശ്നം. നിന്റെ കാമുകന് ഒരു സ്ഥിരം ജോലിയുണ്ടോ?
ജോലിയുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്തത് അതിനെ കൂടെ തന്നെ വിവാഹം ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. അതുകൊണ്ട് വിവേകപൂർവം നമ്മുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കണം. അല്ലാത്ത പക്ഷം നിന്റെ ജീവിതം നാശത്തിലേക്ക് പോകും. വരുമാനമില്ലാതെ നിനക്കെങ്ങനെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ ആരും സഹായിക്കില്ല. നിന്റെ മാതാപിതാക്കൾ എന്ന നിലക്ക് ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ അച്ഛനെ അനുസരിക്കണം. നീ ഞങ്ങളുടെ ഒരേ ഒരു മകളാണ്. അത് മറക്കരുത്. യെസ്, ഒരു 7 മിനിറ്റ് സമയം തരാം. ഇതൊന്ന് ഇംഗ്ലീഷിലോട്ടാക്കാം. യെസ്, ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബുക്കൊന്ന് വായിക്കാം.
അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. യെസ്. പിന്നെ നമ്മൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ തയ്യാറാക്കിയിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. യെസ്. ശ്രമിച്ചു നോക്കും. പറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ശ്രമിക്കാം. ഓക്കെ, കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. യെസ്.
Okay, Harsha, കഴിഞ്ഞോ കംപ്ലീറ്റ് ആയി ഹർഷ? അതൊന്നും നോ പ്രോബ്ലം, നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോ ഹർഷ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത 1-2 പേരുടെ കഴിയുമ്പോൾ നമുക്ക് ആരംഭിക്കാം. യെസ്, ഹർഷയുടെ പേര് കഴിഞ്ഞ്. സുധീഷ കംപ്ലീറ്റഡ്. ബിന്ദു സത്യൻ കംപ്ലീറ്റഡ്. ബിൻസി, യെസ്. അപ്പൊ ശ്രീലക്ഷ്മി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് പയ്യെ ആരംഭിക്കാം. യെസ്, ഓക്കെ. നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ. കഴിയാത്തവരും കുഴപ്പമില്ല, ഇതിന്റെ ഒപ്പം അത് കറക്റ്റ് ചെയ്ത് വരാം. ഹർഷ TV. ഓക്കെ, മൈക്കിൽ കൂടി പറയാം. യെസ്, ഞാൻ വായിക്കാം. എന്റെ മകളെ, നീ എന്താണ് പറയുന്നത്? എങ്ങനെ എഴുതിയത്? ഞാൻ പറയണം സർ.
ഞാൻ പറയണോ? പറയൂ. My daughter, what are you saying? What are you Saying. saying? Okay. What are you saying? Okay. ഒന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്യാം. എന്താണ് നീ പറയുകയാകുന്നു എന്നുള്ളത് നമുക്കത് വാട്ട് ഡു യു സേ, നീ എന്താ പറയുന്നത് എന്നുള്ളത്. വാട്ട് ഡു യു സേ, മൈ ഡോട്ടർ വാട്ട് ഡു യു സേ, അല്ലെങ്കിൽ വാട്ട് ഡു യു സേ മൈ ഡോട്ടർ. യെസ്. എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? ഹർഷ അതുകൂടി പറഞ്ഞു. എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? Why don't you understand us? വെരി ഗുഡ്, കറക്റ്റ് ആണ്. Why don't you understand us? എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? ഒരു വാചകം കൂടി പറയാം. പ്രണയത്തിന് ഞങ്ങൾ എതിരല്ല. We are not against love. Very good. We are not against love. Okay, that's very good. പ്രണയത്തിന് ഞങ്ങൾ എതിരല്ല. വെരി ഗുഡ്. ശ്രീലക്ഷ്മി. Then Vinci. Yes, sir. നമുക്ക് നോക്കാം. പക്ഷേ നിന്റെ സെലക്ഷൻ തെറ്റിപ്പോയി. But your selection was wrong. Yes, but your selection was wrong. Okay, സുധീഷ ഞാൻ വരുന്നുണ്ട്. Yes. അല്ലെങ്കിൽ യുവർ സെലക്ഷൻ ഈസ് നോട്ട് കറക്റ്റ്, ശരിയായിട്ടുള്ളതല്ല. യെസ്. അടുത്ത വരി ഇതായിരുന്നു. നീയും നിന്റെ കാമുകനും തമ്മിലുള്ള പ്രായ വ്യത്യാസം നീ പരിഗണിച്ചില്ല. You ignored your boyfriend age. Yes. You did not. അതിന്റെ ഇംഗ്ലീഷ് വാക്കെന്താണ്? Ignored. ഇഗ്നോർ അല്ലെ? ഇഗ്നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ്. പരിഗണിക്കുക എന്നുള്ളതിൽ നമുക്ക് വേറെ വാക്ക് പറയാം. കൺസിഡർ എന്ന് പറയാം. കൺസിഡർ. അപ്പൊ നമുക്ക് നീ പരിഗണിച്ചില്ല എന്നുള്ള അഭിപ്രായം. നീ പരിഗണിച്ചില്ല. യു ഡിഡ് നോട്ട് കൺസിഡർ. നീ പരിഗണിച്ചില്ല. എന്ത് പരിഗണിച്ചില്ല? വ്യത്യാസം പരിഗണിച്ചില്ല. എന്ത്? ദ ഡിഫറൻസ്. എന്തിന്റെ വ്യത്യാസം? ദ ഡിഫറൻസ്. യു ഡിഡ് നോട്ട് കൺസിഡർ ദി ഏജ് ഡിഫറൻസ്. അല്ല, ഏജ് ഡിഫറൻസ് പരിഗണിച്ചില്ല ബിറ്റ്വീൻ യു ആൻഡ് യുവർ ബോയ്ഫ്രണ്ട് അല്ലെങ്കിൽ യുവർ ബോയ്ഫ്രണ്ട്. കറക്റ്റ്. അപ്പൊ നമുക്ക് അതൊന്നുകൂടി എഡിറ്റ് ചെയ്യുക. യു ഡിഡ് നോട്ട് കൺസിഡർ ദ ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ബോയ്ഫ്രണ്ട് അല്ലെങ്കിൽ യു ആൻഡ് യുവർ ലവർ. നിന്റെ കാമുകന് ഒരു സ്ഥിരം ജോലിയുണ്ടോ? Does your boyfriend have a stable job? സ്റ്റേബിൾ എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ പെർമനന്റ് എന്ന് പറയാം. ഏതെങ്കിലും വാക്ക് പറയാം. യെസ്. വിവാഹം ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. Marriage is long lasting at the end of the life. യെസ്. ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചധികമായി. അപ്പൊ തുടക്കം കറക്റ്റ് ആണ്. മാരേജ് ഈസ്, വിവാഹമാകുന്നു, വളരെ നീളമുള്ള, നീണ്ടു നിൽക്കുന്നത്. അപ്പൊ ലൈഫ് ടേം. ഓക്കെ. അല്ലെങ്കിൽ ഓക്കെ ഫരീദ, ലൈഫ് ലോങ്. അപ്പൊ മാരേജ് ഈസ് എ ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്. ലൈഫ് ലോങ്, ജീവിത അവസാനം വരെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് മാരേജ്. ഓക്കെ ബിൽസി, വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. ഓക്കെ വെരി ഗുഡ്. യെസ്. അപ്പൊ സുധീഷ, അടുത്തത് ഇതാണ്. അതുകൊണ്ട് വിവേകപൂർവം
നമ്മുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കണം. Therefore, choose your partner wisely. യെസ്. അപ്പൊ നമ്മുടെ എന്നാണ്. അപ്പൊ അതിനുള്ള യുവത്തുള്ളത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവർ നടത്താം കേട്ടോ. അപ്പോ കറക്റ്റ് ആണ്. okay, ചൂസ് sir. അവർ പാർട്ട്ണർ അല്ലെങ്കിൽ വിത്ത് കോഷ്യസ്ലി, അതിന് ഏത് വാക്കുകളും ഉപയോഗിക്കാം. യെസ്, പങ്കാളി. അടുത്ത വാചകം ഇതാണ്: അല്ലാത്ത പക്ഷം നിന്റെ ജീവിതം നാശത്തിലേക്ക് പോകും. സുധീഷ. Or else ആ, your life would end badly. ഓക്കെ. യുവർ ലൈഫ് എൻഡ് ബാഡിലി പറയാം. എന്നാലും കുറച്ചുകൂടിയൊക്കെ നമുക്ക് ഭംഗിയായി കഴിയുമ്പോൾ അല്ലാത്ത പക്ഷം എന്നുള്ള വേണമെങ്കിൽ അതർവൈസ് ചെയ്യാലും കുഴപ്പമൊന്നുമില്ല. അതർവൈസ് അല്ലാത്ത പക്ഷം യുവർ ലൈഫ് നിന്റെ ജീവിതം വിൽ ഗോ ടു നാശം. നാശം എന്നുള്ളതിൽ പല വാക്കുകളുണ്ട്. ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിക്കാം. റൂയിൻ, RUIN, റൂയിൻ, ഡിസാസ്റ്റർ, തകർച്ച, അങ്ങനെ പറയില്ലേ. ഏത് വാക്കുകളെങ്കിലും ഉപയോഗിക്കും. അതർവൈസ് യുവർ ലൈഫ് വിൽ ഗോ ടു റൂയിൻ ഓർ ഡിസാസ്റ്റർ. അടുത്ത വാചകം ഇതാണ്: വരുമാനമില്ലാതെ നിനക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? അവിടെ Without സുധീഷ. a stable income, how can you survive? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആണ്. വിത്തൗട്ട് എ സ്റ്റേബിൾ ഇൻകം ഹൗ ക്യാൻ യു സർവൈവ്? അതല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചെറുതാക്കി പറഞ്ഞാല് നിനക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഹൗ ക്യാൻ യു Okay, ലീവ്? sir. ഓക്കെ, സർവൈവ് കറക്റ്റ് ആണ്, കറക്റ്റ് വേർഡാണ്. അത് ജീവിക്കാൻ. ഹൗ ക്യാൻ യു ലീവ്? നിനക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? വിത്തൗട്ട് ഇൻകം, ഒരു വരുമാനമില്ലാണ്ട് നിനക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഓക്കെ സുധീഷ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. Then Okay, sir. ബിന്ദു സത്യൻ. ബിന്ദു സത്യൻ. യെസ്, ബിന്ദു സത്യനെ കിട്ടിയില്ല. Then അഞ്ജു അരവിന്ദ്. Yes, sir. ഓക്കെ, ഞാൻ വായിക്കാം, അതിന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ മതി. അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. സർ, ഞാൻ എഴുതി എടുത്തിട്ടില്ലായിരുന്നു. വേണ്ട, ഇതൊക്കെ കയ്യിലിടാലോ. യെസ്, അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനത്തെ ഏത് വാക്കാൻ കിട്ടാതെ സാമ്പത്തിക ഭദ്രത ഫിനാൻഷ്യൽ condition is most important അല്ലേ fact in your life. ഓക്കെ, നമുക്ക് നമുക്കൊന്ന് ഭംഗിയാക്കാം. അതുകൊണ്ടെന്നുള്ളതിന് അതുകൊണ്ട് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സാമ്പത്തിക ഭദ്രത ഈസ് ദ ബേസിസ്, അടിസ്ഥാനമാണ്. ഈസ് ദ ബേസിസ് ഓഫ് ഫാമിലി ലൈഫ്. കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് വരുന്നുണ്ട്? സാമ്പത്തിക ഭദ്രത വരുന്നുണ്ട്. ഈ അടുത്ത വാചകം ഇതാണ്: ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ ആരും സഹായിക്കില്ല. പ്രതിസന്ധി എന്നുള്ളതിന് എന്ത് പറയാൻ പറ്റും? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആണ്. ഇൻ ക്രൈസിസ് nobody കറക്റ്റ് ആണ്. നോബഡി അല്ലെങ്കിൽ നോ വൺ സഹായിക്കും. നോ വൺ വിൽ ഹെൽപ് യു. ഓക്കെ, ഓക്കെ. ഇൻ എ ക്രൈസിസ് അല്ലെങ്കിൽ ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് തുടങ്ങി പറയാം. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നല്ല പറയാം. ഇൻ എ ക്രൈസിസ് നോബഡി വിൽ ഹെൽപ് യു. ആരും തന്നെ സഹായിക്കില്ല. നോബഡി വിൽ ഹെൽപ് യു. യെസ്, ഒരു വാചകം പോലും പറയാം: നിന്റെ മാതാപിതാക്കൾ എന്ന നിലക്ക് ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. As your parents, വെരി ഗുഡ്,
ആസ് യുവർ പാരൻസ്. ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ന നിലക്ക് എന്നൊരു അർത്ഥം നമ്മൾ നോക്കിയിട്ടുണ്ട്. ആസ് യുവർ പാരൻസ്, നിന്റെ മാതാപിതാക്കന്മാർ എന്ന നിലക്ക് ഈ വാക്യം പറഞ്ഞു, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. We can't. We cannot. സെയിമാണ്. we can't. സഹിക്കുക. സഹിക്കുക. യെസ്. ആരെങ്കിലും സഹായിച്ചു കൊടുക്കൂ. അഞ്ജുവിന് സഹിക്കുക എന്നുള്ളൊരു വാക്ക് സഫർ എന്ന് പറയാം. സഫർ. ബെയർ എന്ന് പറയാം. BEAR, ബെയർ. യെസ്. ടോളറേറ്റ് എന്ന് പറയാം. ഓക്കെ, ശ്രീകുട്ടി കറക്റ്റ് ആണ്. ഓക്കെ. ടോളറേറ്റസ്. Tolerate is correct word. Okay, very good. Okay, Anju, very good. Thank you. Sri Okay. ഇത് കഴിയുന്നുണ്ടാവുന്നുള്ളൂ. ശ്രീകുട്ടി, ശ്രീകുട്ടി ഇല്ല. ഓക്കെ. അപ്പൊ ബാക്കി പറയാം കേട്ടോ. അപ്പോ അതുകൊണ്ട് നീ നിന്റെ അച്ഛനെ അനുസരിക്കണം. So you must obey your father. Correct ആണ്. So you must obey your father. ആ മസ്റ്റ് എന്നുള്ളതിന് പകരം ഷുഡ് ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. You should obey your father. നീ നിന്റെ അച്ഛനെ അനുസരിക്കണം. ശ്രീകുട്ടി മസ്റ്റ് ചേർക്കുമ്പോൾ എന്താണ്? നീ നിന്റെ അച്ഛനെ അനുസരിച്ച് തീരും. അത് ആ മസ്റ്റും ഷുഡും തമ്മിലുള്ള വ്യത്യാസം. മറ്റേത് അനുസരിക്കണം, മറ്റേതനുസരിച്ച് തീരും. യെസ്. നീ ഞങ്ങളുടെ ഒരേ ഒരു മകളാണ്. You are our only daughter. Yes, one and only daughter. One and only daughter. Yes, okay. അത് മറക്കരുത്. Don't forget that. Very good. Don't forget that. Okay. അപ്പോ ഇനി നിങ്ങൾ സ്വയം ഒന്ന് നോക്കുക. ഏതാണ്ട് ഒരു മാതൃക റെഡി ആയിട്ട് വന്നിട്ടില്ലേ? നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ടൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ശരിയാവണമെന്നില്ല. അപ്പൊ നിങ്ങൾക്കൊരു ചെറിയൊരു കോൺഫിഡൻസ്, ഓക്കെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നാളെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എവിടെയും ചെന്ന് കഴിയുമ്പോൾ എന്നോട് ഒരു സ്വാഗതം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ഒരെണ്ണം എഴുതി തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ശരിയായിട്ട് പറയാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. യെസ്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ചെയ്തപ്പോൾ ഒരു വലിയൊരു പാരഗ്രാഫാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. That means you can. അപ്പൊ ഇതിൻ്റെ അകത്ത് മുഴുവൻ നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ടെൻസുകളിലൂടെ തന്നെ ഇങ്ങനെ കടന്നു പോകുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇടയ്ക്ക് നമുക്ക് ഇതേപോലത്തെ ഒന്ന് രണ്ടെണ്ണമൊക്കെ നോക്കാം. ഇനി താല്പര്യമുണ്ടെങ്കിൽ ഒരു ചെറുത് കൂടി പറയാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഒരു ചെറുത് പറയാം. സിമ്പിൾ വൺ. യെസ്, ചെറുതാണ്, മറ്റേ അർത്ഥമൊന്നുമില്ല. സിമ്പിൾ വൺ എഴുതിക്കോ. മലയാളത്തിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരില്ല അവിടെ. ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. എൻ്റെ ഒരു സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. ക്രിസ്റ്റോ. ഏതാണ്ട് 100 പേര് ഫംഗ്ഷനിൽ പങ്കെടുത്തു. എന്നോട് ഒരു പാട്ട് പാടുവാൻ പറഞ്ഞു. ആദ്യം ഞാൻ
ആദ്യം ഞാൻ പാടാൻ റെഡിയായിരുന്നില്ല. ആദ്യം ഞാൻ പാടാൻ റെഡിയായിരുന്നില്ല. അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. യേശുദാസ് പാടിയ ഒരു പാട്ട് ഞാൻ പാടി. എല്ലാവരും കൈയടിച്ചു. എനിക്കും വളരെ സന്തോഷമായി. അതുകൊണ്ട് ഞാൻ ഒരു സംഗീത ക്ലാസ്സിൽ ചേരാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും സംഗീത സ്കൂളിനെ കുറിച്ച് അറിയാമോ? ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ ദയവായി എന്നോട് പറയുക. യെസ്, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ചെയ്യാൻ പറ്റും. നോക്കി, 5 മിനിറ്റ് പോരെ. യെസ്, എവിടെ തുടങ്ങി വേണം ഹർഷക്ക്? തുടങ്ങി വേണം. യെസ്. എഴുതിക്കോളൂ. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. എൻ്റെ ഒരു സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഓക്കെ, ഹർഷ എഴുതിക്കോളൂ. ഏതാണ്ട്
അപ്പൊ എന്ത് ചെയ്യും? നെറ്റല്ലോടത്തോട്ടൊന്ന് മാറി നോക്കിയേ. യെസ്. അപ്പൊ ആദ്യം നോക്കി ഒന്നുകൂടി പറയട്ടെ ഹർഷ. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. എന്റെ ഒരു സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഏതാണ്ട് 100 പേര് ഫംഗ്ഷനിൽ പങ്കെടുത്തു. എന്നോട് ഒരു പാട്ട് പാടുവാൻ പറഞ്ഞു. ആദ്യം ഞാൻ പാടാൻ റെഡിയായിരുന്നില്ല. അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. യേശുദാസ് പാടിയ ഒരു പാട്ട് ഞാൻ പാടി. എല്ലാവരും കൈയടിച്ചു. എനിക്കും വളരെ സന്തോഷമായി. അതുകൊണ്ട് ഞാൻ ഒരു സംഗീത ക്ലാസ്സിൽ ചേരാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും സംഗീത സ്കൂളിനെ കുറിച്ച് അറിയാമോ? നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ ദയവായി എന്നോട് പറയുക. യെസ്, അത്രേ ഉള്ളൂ ഹർഷ. അപ്പൊ ശ്രീലക്ഷ്മിയുടെ കഴിഞ്ഞു, സുധീഷിയുടെ കഴിഞ്ഞു. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി നമുക്ക് ഒപ്പം കൊടുക്കും എല്ലാവരും കേട്ടോ. ശ്രീലക്ഷ്മി, ആദ്യത്തെ വാചകം പറയാം. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു.
സുലക്ഷ്മി. എങ്ങനെ ടൈപ്പ് ചെയ്യണം സർ? ഓക്കെ 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 സജന. സുലക്ഷ്മി അത് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. ഓക്കെ ഫരീദ. യെസ് ഓക്കെ 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 സുലക്ഷ്മി. അപ്പൊ സുലക്ഷ്മി പറഞ്ഞത് ലാസ്റ്റ് സൺഡേ ഐ വാസ് ഇൻ എ ബർത്ത്ഡേ ഫംഗ്ഷൻ എന്നാണ്. അപ്പൊ ഞാനൊരു കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിലായിരുന്നു അത് പറയാം. അല്ലെങ്കിൽ പങ്കെടുത്തു എന്നുള്ളതിന് അബ്രിവേറ്റ് ചെയ്യല്ല. അറ്റൻഡഡ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റഡ് നമുക്ക് വേറെ രീതിയിലും പറയാം. ലാസ്റ്റ് സൺഡേ ഐ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് സൺഡേ ഐ അറ്റൻഡഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ. ഓക്കെ മിൻസി. അടുത്തത് എന്റെ ഒരു സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ. സർ ഞാൻ ടൈപ്പ് ചെയ്തത് പോയി. പറഞ്ഞാൽ മതി. എന്റെ ഒരു സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. It was my friend's daughter birthday. Yes, daughter, my friends എന്നുള്ള apostrophes ഉണ്ട്. It was okay okay. My friend's daughter's birthday. Okay okay okay. Okay, very good very good very good. അല്ലേ? അടുത്തത് അഞ്ജു. ഏതാണ്ട് 100 പേര് ഫംഗ്ഷനിൽ പങ്കെടുത്തു. Around 100 people attended the function. Around 100 എന്ന് പറയാം. Around എന്നുള്ളതിന് പകരം വേണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ന് പറയാം. അപ്രോക്സിമേറ്റ്ലി 100% പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഫംഗ്ഷൻ പറയാം. അതല്ലെങ്കിൽ എബൌട്ട് എന്നൊരു വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾമോസ്റ്റ് ഏതാണ്ട്. ഓക്കെ ഫരീദ അതും പറയാം. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് സുധീഷ. എന്നോട് ഒരു പാട്ട് പാടുവാൻ പറഞ്ഞു. They told me to sing a song. യെസ്. അപ്പൊ ഇത് കറക്റ്റ് സാധനമല്ല. സംഗതി ആൻസർ കറക്റ്റ് ആണ്. എന്നോട് പറഞ്ഞു എന്ന് പറയുന്നത് അല്ലേ അത് പാസീവ് വോയിസ് ആയി കേട്ടാ. എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോ എന്താണത്? അതൊരു പാസീവ് വോയിസ് ആയി. അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു എന്നാണ്. അവർ എന്നുള്ള വാക്കിനകത്ത് ഞാൻ പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം അവർ എന്ന് പറയേണ്ടതാണ്. അവർന്ന് പറയാതെ പാസീവ് വോയിസ്. അപ്പൊ ഞാൻ പറയുകയല്ല ചെയ്തത്, എന്നോട് പറയുകയാണ് ചെയ്തത്. അപ്പൊ കറക്റ്റ് ഐ വാസ് ടോൾഡ്. എന്നോട് പറയപ്പെടും. അപ്പൊ ദേ ഉപയോഗിച്ചത് കറക്റ്റ് ആണ്. ദേ എന്നുള്ള വേർഡ് ഞാൻ മനഃപൂർവ്വം അവിടെ പറയേണ്ടതെന്നാണ്. എന്നോട് പറഞ്ഞു, അവർ എന്നോട് പറഞ്ഞു എന്നുള്ള അവരെ ഒഴിവാക്കിയതാണ്. യെസ്. അപ്പൊ സെന്റൻസ് കറക്റ്റ് ആണത്. അപ്പൊ കറക്റ്റ് നമുക്ക് ഇതിന് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ വരുമ്പോ ഐ വാസ് ടോൾഡ്, എന്നോട് പറഞ്ഞു, ടു സിംഗ് എ സോങ്, ഒരു പാട്ട് പാടാനായിട്ട് എന്നോട് പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. ശ്രീകുട്ടി. ആദ്യം ഞാൻ പാടാൻ റെഡി ആയിരുന്നില്ല. ആദ്യം ഞാൻ പാടാൻ റെഡി ആയിരുന്നില്ല. At first, I was not ready to sing a song. Very good, very good. At first, I was not ready to sing songs. അടുത്തത് അർച്ചന. അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. അർച്ചന. യെസ്. എന്താ ഫരീദ പറഞ്ഞോളൂ. ഫരീദ. ഓക്കെ ശ്രീകുട്ടി. ഫരീദ. യെസ്. യെസ് സർ. അവർ നിർബന്ധിച്ചപ്പോൾ. ഓക്കെ ഹർഷ. അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. നിർബന്ധിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ ഉപയോഗിക്കണം. They encouraged me last I am ready to sing. യെസ്. ഓക്കെ ഓക്കെ. എൻകറേജ് എന്ന് പറയുമ്പോൾ പ്രോത്സാഹിപ്പിച്ചതാണ്. ആ എൻകറേജ് മാറ്റിയിട്ട് വേറെ നമുക്ക് ഉപയോഗിക്കാം. കമ്പൽ എന്നാക്കാം. കമ്പൽ. അവർ നിർബന്ധിച്ചപ്പോൾ
when they compelled, അവർ നിർബന്ധിച്ച, when they forced. Okay, സജന, I agreed to sing, ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. യെസ്, നീതു മോൾ, യേശുദാസ് പാടിയ ഒരു പാട്ട് ഞാൻ പാടി. അപ്പൊ ഞാൻ ഒരു പാടിയെന്ന് പറയാം ആദ്യം, യേശുദാസ് പാടിയ. യെസ്, സജന പറഞ്ഞോളൂ. യേശുദാസ് പാടിയ ഒരു പാട്ട്. നീതു മോൾ വന്നിട്ടുണ്ട്. യേശുദാസ് പാടിയ ഒരു പാട്ട് ഞാൻ പാടി. സർ ഞാൻ ഇല്ലായിരുന്നു, ഇപ്പൊ വന്നേ, ഞാൻ പറഞ്ഞു നോക്കാം. യെസ്, ഓക്കെ, മതി മതി. ഞാൻ പാടിയത് ആദ്യം പറ. ഞാൻ പാടിയത് ആദ്യം പറയണം. ഐ സിംഗ് എ സോങ് ഫോർ റീച്ച്. ഐ സിംഗ് പാടിക്കഴിഞ്ഞില്ലേ? അപ്പൊ സിംഗ് എന്നുള്ളതിന്റെ പാസേഴ്സ് പറയാം. ഐ സാങ് എ സോങ്. ഹലോ, ഞാൻ എന്ത് ചെയ്തു? ഒരു പാട്ട് പാടി. ഐ സാങ് എ സോങ്. യേശുദാസ് പാടിയതായ, ദാറ്റ് യേശുദാസ് സങ്, യേശുദാസ് പാടിയതായ ഒരു പാട്ട്, ഐ സാങ് എ സോങ് ദാറ്റ് യേശുദാസ്. ഓക്കെ ഓക്കെ സജന, ഞാൻ സ്പീഡിൽ പോകുന്ന സമയമായി. എല്ലാവരും കൈയടിച്ചു പറയൂ. സജന, യെസ്. എന്നാല് ഹർഷ ടി വി, എല്ലാവരും കൈയടിച്ചു. സജന പറയുന്നു മൈക്ക് ഓൺ ആകുന്നില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം സജന. ഹർഷ പറഞ്ഞോളൂ. എല്ലാവരും കൈയടിച്ചു. Everyone clapped. ക്ലാപ്ഡ്, എവരിബഡി ക്ലാപ്ഡ്. അടുത്ത വാചകം പറഞ്ഞു. എനിക്കും സന്തോഷമായി. I was very happy, so അത് ഞാൻ മൊത്തത്തിലായി. യെസ്, ഞാനും വളരെ സന്തോഷവാനായിരുന്നു. യെസ്, ഓക്കെ Okay, sir. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത സജനക്ക് തരാം. അതുകൊണ്ട് ഞാനൊരു സംഗീത ക്ലാസ്സിൽ ചേരാൻ തീരുമാനിച്ചു. So I decided to join a music class. വെരി ഗുഡ്. സോ ഐ ഡിസൈഡഡ് ടു ജോയിൻ എ മ്യൂസിക് ക്ലാസ്. ഒരു പരിപാടി ഉള്ളൂ. സജന എന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും സംഗീത സ്കൂളിനെ കുറിച്ച് അറിയാമോ? If you know any music school, if your Yes. answer is yes, kindly say to me. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാമോ എന്ന് പറയുമ്പോൾ ഇപ്പൊ വേണ്ട നമുക്ക്. അവിടെ നിന്ന് ഡു യു നോ, നിങ്ങൾക്കറിയാമോ, ഡു യു നോ എന്ത് അബൌട്ട് എനി മ്യൂസിക് സ്കൂൾ, നിങ്ങൾക്ക് ഏതെങ്കിലും മ്യൂസിക് സ്കൂളിനെ കുറിച്ച് അറിയാമോ? ഇപ്പൊ എങ്കിൽ എന്ന് വരും. ഓക്കെ സജന, ഒരു വരി കൂടി ഉള്ളൂ. നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിൽ എന്നോട് പറയുക. If your answer is yes, kindly say to me. Say to me. Okay. ഇവിടെ if ഉപയോഗിക്കാം. If your answer is yes, നിങ്ങളുടെ ഉത്തരം yes എന്നാണെങ്കിൽ please tell me, ദയവായി എന്നോട് പറയുക. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ട്രാൻസ്ലേഷൻ നിന്നു. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, യാദൃശ്യമായിട്ടുള്ള ക്ലാസ് ആണത്. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ. Thank you, sir. Okay.